ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റവ ഉപ്മാവാണ് കേട്ടോ. അതിനുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് റവയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ നമ്മുടെ സാമ്പാറാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ഉമ്മച്ചിയാട്ടോ. അപ്പോൾ എന്നും ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉമ്മാർ വരുമ്പോൾ ഉമ്മാരെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പൂതില്ലാത്ത മക്കളില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉമ്മ ഉണ്ടാക്കും കേട്ടോ, എല്ലാതും ഉണ്ടാക്കി തരും. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ഉമ്മാനെ കൊണ്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കിച്ചല്ല ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് അരി ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കേട്ടോ. അത് നമുക്ക് രാവിലെ അല്ല 4 മണിക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉമ്മ സ്പെഷ്യൽ ഉപ്മാവൊക്കെ റെഡി ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റും അങ്ങനത്തെ സംഭവം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് കടുകും പച്ചമുളകും ഉള്ളിയും അതുപോലെ ഇഞ്ചി ഇടും കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് നമ്മൾ വാട്ടൂലേ, അതൊക്കെ അതുപോലെ ആക്കിയിട്ട് അങ്ങനെ തന്നെ കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, അല്ലാത്ത സ്പെഷ്യലൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഉണ്ടാക്കണേലേറെ ഒരു ടേസ്റ്റ് തോന്നും നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം തന്നെ കഴിക്കാൻ കേട്ടോ. മക്കളൊന്നും കഴിക്കാൻ എത്തിയിട്ടില്ല, ഒക്കെ കഴിക്കാൻ സമയം ആവണുള്ളൂ കേട്ടോ. ഞാനെന്തായാലും കുറച്ച് സാമ്പാർ ഒഴിച്ചിരിക്കുന്നു കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടായിരുന്നില്ല, അത് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ എടുത്തിട്ട് ഇവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പോൾ മോന് വിളിച്ചിട്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണുണ്ട്, അപ്പോൾ എനിക്ക് വാരി തരീന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ അവനും കുറേയൊക്കെ വാരി കൊടുത്ത് നമ്മളും കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ബാക്കിൽ ഒരാൾ ഉണ്ട് കേട്ടോ. നമ്മളൊരു കമ്പനിക്കാരൻ വന്ന് നിൽക്കുന്നുണ്ട്. ചായ കുടിച്ചോ ചോദിച്ചപ്പോൾ കുടിച്ചു, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കൊല്ലം മുട്ടായി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയില്ല കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ മക്കളൊക്കെ അങ്ങനെ തന്നെ അല്ലേ, കഴിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ഇതൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഒരു പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ചേച്ചി വന്നിക്കണം കേട്ടോ. ആ ചേച്ചി എന്നും വരുന്നതാട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പഴയ സാധനം എന്തെങ്കിലും പൊട്ടിയതോ കിടന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കും കേട്ടോ, ആ ചേച്ചി വരുന്നവരെ. അപ്പോൾ നമ്മൾക്ക് അത് പഴയ ബുക്കും അങ്ങനത്തെയൊക്കെ കൊടുത്തപ്പോൾ അതിന് നമ്മുടെ പഴയൊരു ഫോട്ടോ കിട്ടി കേട്ടോ, ഓൾഡ് ഫോട്ടോ കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിൽ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ട് റബ്ബേ കാണാതിരുന്ന എന്താ കാര്യം, കൊണ്ടുപോയിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു വിഷമമൊക്കെ തോന്നിയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പഴയ സാധനമൊക്കെ കൊടുത്തിട്ട് വാങ്ങിയ പാത്രമാണ് കേട്ടോ അത്. പിന്നെ അങ്ങനെ അവരെയൊക്കെ പറഞ്ഞയച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് വന്നിട്ട് നമ്മളെ കുമ്പളങ്ങ കറി വെക്കുകയാണ്. മോരൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ പച്ചമുളകല്ല കേട്ടോ, പഴുത്ത മുളകാണ്. പച്ചമുളക് ഒക്കെ പഴുത്തതാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങയൊക്കെ ചിരവി അതിൻ്റെ അതുപോലെ തൈരും ഒക്കെ എടുത്തിട്ട് നല്ല അരച്ച് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കുമ്പളങ്ങ കഷ്ടമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും റെഡിയാക്കി വെച്ചിരിക്കണ്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കറിൻ്റെ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദിവസം നമുക്ക് ചോറ് വെക്കാനൊന്നും ഒരു പാടില്ലല്ലോ, എന്താ ഇപ്പം കറി വെക്കാമെന്ന് അതൊരു ഇതാട്ടോ ആലോചനയിൽ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കും നമ്മൾ സ്ത്രീകൾ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ കുമ്പളങ്ങ കറി അങ്ങോട്ട് റെഡി ആയിക്കണേ. ഇനി ഒന്ന് തൂമിച്ച് കൊടുക്കാൻ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ കടുകൊക്കെ ഇട്ട് തൂമിച്ച് വെച്ചിട്ടോ. അപ്പോൾ നമ്മളെ കറീൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ചോറും ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നല്ലൊരു അടിപൊളി ഉരുളൻകിഴങ്ങ് റെസിപ്പി ഉണ്ടാക്കാൻ പോകട്ടോ. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ചൂട് ചോറിനപ്പോൾ ഒക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മാക്ക് കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാന് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, അത് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണേ, ഇതിലേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇന്ന് ചെറിയുള്ളി ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയുള്ളി എടുത്തത് കേട്ടോ. വലിയുള്ളി ഒന്ന് ചെറുതാക്കി പീസാക്കിയിട്ടതാണ്. അങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളി ഒരുപാട് കരിച്ചൊന്നും എടുക്കണ്ട, അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് നമ്മുടെ ഇത് കിഴങ്ങുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇടയിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചങ്ക് ഇങ്ങനെ കാറിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ
അടിപൊളി ഉരുളൻകിഴങ്ങ് റെസിപ്പിക്കുള്ള മസാല ഒക്കെ ഇട്ട് കൊടുത്തേക്കണ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഒരുപാട് മൊരിച്ചെടുക്കുകയും വേണ്ട, ഇതുപോലെ ഒന്ന് നല്ല കുറച്ചൊരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇതൊക്കെ നമ്മളെ തമിഴ്നാട് സ്റ്റൈല് കിഴങ്ങ് വെക്കണ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അങ്ങനെ കിഴങ്ങും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതും മോരും കറിയും ഇന്നത്തെ നമ്മളെ ഉച്ചക്കൊക്കെ ഉള്ള ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഫുഡ് നല്ല നാടൻ ലഞ്ച് അടിപൊളിയായിട്ടുള്ള മോരും കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ കുറച്ച് പയറുപ്പേരിയുണ്ട്. ചോറ് ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും നേരത്തെ പണിയൊക്കെ ഒരുങ്ങി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. നല്ല പയറുപ്പേരിയും കിഴങ്ങും പപ്പടവും അതുപോലെ തന്നെ മോരും കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല നാടൻ ഫുഡ് രീതിയിൽ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങുണ്ടെങ്കിൽ വേറൊരു കറിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതൊരു 4 മണിക്കത്തെ വീഡിയോ ആണ്. നമ്മളതാ ഉമ്മ നല്ല അടിപൊളി പച്ചായൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഇപ്പുറത്തതാ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഞാൻ രാവിലത്തെ ഇതിൽ കാണിച്ചിരുന്നല്ലോ അരി വെള്ളത്തിലിട്ടത്. അപ്പോൾ അത് അരച്ചിട്ട് ഞങ്ങൾ കേട്ടോ ചായക്ക് കടിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉമ്മക്ക് നല്ല മധുരത്തിൻ്റെ ആളാട്ടോ. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്. ഈ ചൂടത്ത് നമ്മൾ ചായയൊന്നും കുടിക്കൂല കേട്ടോ. എന്നാലും കാണുമ്പോൾ ഒരു പൂതിയാണ്. ചായ കണ്ടാൽ പിന്നെ നമ്മൾ വിടൂല കേട്ടോ, അത് എത്ര ചൂടാണെങ്കിലും ശരി. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പം ലാസ്റ്റത്തേന് കേട്ടോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചുട്ടെടുക്കണം. അപ്പോൾ നല്ല ചൂടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വിഭവങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ.